ബിഗ് ബോസ് മലയാളം സീസൺ 7 സത്യം പറഞ്ഞ ഇന്നലത്തെ എപ്പിസോഡിന്റെ ഹാങ് ഓവർ എനിക്കിതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ ഹാങ് ഓവർ മാറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ഇപ്പോൾ വേറൊന്നുമല്ല, ഇന്നലത്തെ എപ്പിസോഡ് കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എന്താണ് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചത് എന്താണ്, ഭയങ്കര നിരാശയായിപ്പോയി. കാരണം ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇന്നലത്തെ എപ്പിസോഡിനകത്ത്. അപ്പം ഇന്നലെ എല്ലാം ചോദിച്ചു, ലാലേട്ടൻ എല്ലാം ചോദിച്ചു ഓടിച്ചങ്ങ് പോയി. അല്ലാതെ അതിനകത്ത് വലിയ രീതിയിൽ അത് എടുത്ത് ചോദിക്കുകയും ഒന്നും നിന്നില്ല. ഇപ്പം എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ, ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഒന്നും കൂടെ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ലാലേട്ടൻ ഇന്നലെ എന്തോ പുള്ളിക്ക് ഒരു മറ്റേത് എപ്പോഴൊരു പുള്ളി പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പക്ഷെ ഇന്നലത്തെ ഒരു എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ഭയങ്കര ഒരു സാഡായിട്ടാണ് ഇന്ന് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നതും. ഭയങ്കര നിരാശയോടുകൂടെ പുള്ളിക്ക് എന്തോ ഈ യാത്ര ചെയ്ത് വന്നതിൻ്റെയും ഈ പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നൊക്കെ പോയതിൻ്റെയും ട്രാവൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ക്ഷീണമായിരിക്കുമോ ഇനി അതോ പുള്ളി തന്നെ ഈ സീസൺ വെറുത്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഇന്നലെ തോന്നിയത്. കാരണം എല്ലാ ആഴ്ചയും പുള്ളി വരുമ്പോഴത്തേക്ക് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതുപോലെ ഒരു ചീപ്പ് കണ്ടന്റ് മാത്രമേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നുമില്ല, ഒരു സംഭവമില്ല. അപ്പം സ്വാഭാവികമായിട്ട് എനിക്കൊന്ന് പുള്ളിയും വെറുത്ത് കാണും, പുള്ളിയും മടുത്ത് കാണും. അപ്പം ഇന്നലത്തെ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം ഒന്ന് ഓടിച്ച് നൈസായിട്ട് വിട്ടു. ആര്യൻ മാറ്റിവെച്ച ആ കാർഡ്, ആ പണിക്കാർഡ്, അത് സോഫയുടെ അടിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടും ലാലേട്ടൻ ഒന്ന് ചോദിച്ചൊന്ന് ഓടിച്ച് വിട്ടതേ ഉള്ളൂ. അപ്പം എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് പോലും ഈ ആര്യൻ അത് എടുത്തു കൊടുക്കുന്നില്ല. നോക്കിക്കോണേ, എന്തൊരു കള്ളത്തരമാണ് ഈ ആര്യൻ കാണിക്കുന്നത്. ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് പോലും അത് എടുത്തു കൊടുക്കുന്നില്ല. ഇത്രയും പേടിയുള്ള ഇവൻ എന്തിനാണ് പിന്നെ അവിടെ നിൽക്കുന്നത്? നോമിനേഷനിൽ പേടിയുള്ളതും ജയിലിൽ പോകാൻ പേടിയുള്ളതും എവിക്ഷനെ പേടിയുള്ള ആൾക്കാർ എന്തിനാടേ അവിടെ നിൽക്കുന്നത്? പേടിയുണ്ടെങ്കിൽ എന്നാൽ പിന്നെ പുറത്തോട്ട് വരണം, അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട കാര്യം എന്താണ്? അപ്പം എന്നിട്ട് പോലും അത് എടുത്തു കൊടുത്തില്ല. പിന്നെ ലാലേട്ടൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോകുന്നു, നിങ്ങളത് കണ്ടുപിടിച്ച് തരാൻ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഡബിൾ പണി തരുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അത് ഒരു നൈസായിട്ടങ്ങ് പറഞ്ഞങ്ങ് തീർത്ത് വിട്ടു. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡ് ഭയങ്കര ശോകമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ അനു ഈ പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരിയുടെ ഭാഗത്തു നിന്നുണ്ടായ കുറച്ച് ഈ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു കഴിവ് പുള്ളിക്കാരിക്ക് ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവിടെ പറയാൻ സാധിച്ചേനെ. ആര്യൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ അക്ബറിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടും പുള്ളിക്കാരിക്ക് അത് അറിയാതെ പോയി. അതാണ് അവിടെ പറ്റിയ പ്രശ്നം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ ആര്യനൊക്കെ എന്തുവാടെ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഷോ ആണല്ലേ. ലൈവിൽ കാണുന്നുണ്ട്, എപ്പിസോഡിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് വീണ്ടും ഇത് കള്ളം. ഓൾറെഡി അതിൻ്റെ അകത്ത് ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കള്ളത്തരമാണ് കാണിക്കുന്നത്. പക്ഷെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് വീണ്ടും കള്ളത്തരമാണ് പറയുന്നത്. ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി എന്ത് കള്ളം പറഞ്ഞാലും ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണെന്ന്. കാരണം ഇവിടെ ലാലേട്ടൻ കുറേ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കൊട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നൈസായിട്ട് കുറച്ച് കൊട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ആര്യൻ കള്ളത്തരം പറഞ്ഞപ്പോഴും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്, നിങ്ങൾ എന്ത് കള്ളത്തരം പറഞ്ഞാലും അത് ജനങ്ങൾ കാണുന്നതാണ്. ലാലേട്ടൻ അത്രേ പറയാൻ പറ്റൂ. കാരണം പുള്ളി ഹോസ്റ്റാണ്, ജനങ്ങൾ തീരുമാനിക്കും. കാരണം ജനങ്ങളെ വോട്ടിൻ്റെ പുറത്താണല്ലോ ഒരാൾ വിന്നറാവുന്നത്. ഇനി അവർ എന്തൊക്കെ അവിടെ കൂട്ടിയാലും എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും ഇനി പുള്ളിക്ക് അത് പറയാൻ പറ്റാത്ത, പുള്ളിക്ക് ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ പുള്ളി ഒരു ഹോസ്റ്റാണ്, ഒരു ഷോയുടെ ഹോസ്റ്റായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇവരൊക്കെ പറയുന്ന രീതിക്കനുസരിച്ച് പുള്ളിക്ക് പോകാൻ പറ്റും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇടയ്ക്കൊക്കെ ഓരോ കൊട്ട് കൊടുക്കുന്നുണ്ട്. നെവിന് കൊടുത്തിട്ടുണ്ട്, വളഞ്ഞ രീതിയിൽ ലാലേട്ടൻ അത് പറയുന്നുണ്ട്. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നെവിൻ പറയുന്നുണ്ട്, അയ്യോ ലാലേട്ട ഞാൻ കളവൊന്നും പറയില്ലല്ലോ ലാലേട്ട. നെവിൻ്റെയൊക്കെ എന്തോ ഒരു കോഷ്ടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നെവിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിൻ വരുമ്പോഴത്തേക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ട് ഭയങ്കര നല്ല പുള്ള ചമഞ്ഞാണ് നെവിൻ ഇരിക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കാണിപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ വീക്കെൻഡ് എപ്പിസോഡ് തീരുമ്പോഴത്തേക്ക് വേറൊരു നെവിനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു നെവിനെയാണ് കാണുന്നത്. നേരെ മറിച്ച് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നെവിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ കണ്ടാണോ? പ്രത്യേകിച്ച് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് വെറുത്ത് പണ്ടാരം തുടങ്ങിപ്പോയി. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ. അപ്പം ഈ ആര്യൻ്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആര്യൻ ഇന്നലെ പറഞ്ഞ മൊത്തം കള്ളമാണ്. കാരണം ആര്യൻ ഈ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയ്ക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പും
അനുവിൻ്റെ അടുത്തും സാബുമാൻ്റെ അടുത്തും ഇവരുടെ അടുത്ത് എല്ലാം പറഞ്ഞാണ് എനിക്ക് നോമിനേഷൻ ഫ്രീ മാത്രമാണ് എൻ്റെ ഉദ്ദേശം, അല്ലാതെ എനിക്ക് ക്യാപ്റ്റൻ ആവണ്ടെന്ന് പറഞ്ഞാണ്. നേരെ മറിച്ച് ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഈ ആര് നേരെ പ്ലേറ്റ് തിരിച്ചിട്ട് അവിടെയും കള്ളത്തരം പറഞ്ഞു അല്ലേ? ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞിട്ടുള്ള നോമിനേഷനും എനിക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ ക്യാപ്റ്റനും എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയണമായിരുന്നു. ഇത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടാ, എനിക്ക് ക്യാപ്റ്റൻ ആയാൽ മതിയായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഓൾറെഡി നോമിനേഷൻ ഫ്രീ ആണല്ലോ. ശരിയാണ്, ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഓൾറെഡി നോമിനേഷൻ ഫ്രീ ആണ്. പക്ഷേ ഇവിടെ നോമിനേഷൻ ഫ്രീ ആവണം എന്ന് മാത്രമാണ് ആര്യൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ആര്യൻ അവിടെ കളിച്ചിട്ടുള്ളത്. ഇതൊക്കെ അനുവിന് പറയാൻ പുള്ളിക്കാരിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ അറിയത്തില്ല. ആ ഒരു കുഴപ്പമാണ് ഇന്നലെ സംഭവിച്ചത്. എന്നിട്ട് നമുക്കറിയാം, ഒരു ക്യാപ്റ്റന് അല്ലെങ്കിൽ ഒരു ലീഡർ, ഒരു നേതാവ് എന്താണ്, ഒരു നേതാവിൻ്റെ ക്വാളിറ്റി എന്താണ്? ഇപ്പം ആ ഒരു ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിനെ ഉത്തരവാദിത്തോടെ കൊണ്ടുപോവുക, മുമ്പോട്ട് ഒരാഴ്ച കൊണ്ടുപോവുക, അതിനോട് ഒരു ആത്മാർത്ഥത വേണ്ടേടേ. അല്ലെങ്കിൽ നോമിനേഷൻ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ച് മാത്രം ആ ഒരു ടാസ്കിലോട്ട്, ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് ഇറങ്ങുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ നാട്ടിൽ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ഉദ്ദേശം വോട്ട് മാത്രം എന്നുള്ളൊരു ഉദ്ദേശമാണ് അവരുടെ ഉദ്ദേശം. അവർ മത്സരിക്കുന്നതിന് മുമ്പ് പറയുവാണ് എനിക്ക് വോട്ട് മാത്രം മതി, എന്നെ വിജയിപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാണ് അവർ ചെയ്യുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ വോട്ട് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. നേരെ മറിച്ച് അവരുടെ ഭാഗത്ത് നമുക്ക് വേണ്ടുന്നത് നാട്ടിലെ വികസനങ്ങൾ, സേവനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളാണ് അവരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുമായിരുന്നു. ഇവിടെ ഒരു നോമിനേഷൻ ഫ്രീ മാത്രം ഉദ്ദേശിച്ച് ഈ ഒരു ടാസ്കിലേക്ക് ഇറങ്ങി വിൻ ചെയ്യുന്ന ഒരാൾ ആ ഒരു ബിഗ് ബോസ് വീട് ആത്മാർത്ഥതയോട് ഒരാഴ്ച ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക്, ഒരു ലീഡർ എന്ന നിലയ്ക്ക് ആ ഒരു ബിഗ് ബോസ് വീട് കൊണ്ടുപോകത്തില്ല, ഒരു ഉത്തരവാദിത്വം കാണിച്ച് കൊണ്ടുപോകത്തില്ല എന്ന് അവിടെ പറയായിരുന്നു. പക്ഷേ അതൊന്നും പറയാനെ കൊണ്ട് പുള്ളിക്കാരിക്ക് പറ്റില്ല. കാരണം ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമല്ലേ. അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് അക്ബർ സംസാരിക്കുന്നു, നെവിൻ സംസാരിക്കുന്നു, ആര്യൻ സംസാരിക്കുന്നു. ആകെ പെട്ടുപോയ അവസ്ഥയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ അനുവിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നിരിക്കട്ടെ, ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരിയുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടായിരിക്കാം, കാണുമായിരിക്കാം. പക്ഷേ പുള്ളിക്കാരിയുടെ ഭാഗത്ത് ന്യായമുള്ള കാര്യങ്ങൾ പോലും പുള്ളിക്കാരിക്ക് അത് തെളിയിക്കാൻ സാധിച്ചില്ല, അത് പറ്റിയില്ല. അത് വേറൊരു കാര്യം. അതുപോലെ അക്ബറിൻ്റെ കേസ്, ബസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്, പിന്നെ എടുത്തു പറയേണ്ടത് പാവയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെവിൻ അനുവിൻ്റെ പാവ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പം അതിന് പ്രശ്നമില്ല. ഞാനത് ആലോചിക്കുന്നത്, അക്ബറിൻ്റെ പാവം മോഷ്ടിച്ചുകൊണ്ട് പോയി, അത് ഓൾറെഡി ലൈവിനകത്ത് അത് ആരാന്ന് കണ്ട് പറഞ്ഞ് എടുത്ത് അതിലെല്ലാം തെളിഞ്ഞ് സംസാരിച്ച് തീർന്നൊരു വിഷയം അത് കോടതിയിൽ കയറ്റി വാദിക്കുന്നു. എന്തുവാണ് ഇത്? അപ്പം അനുവിൻ്റെ പാവം മോഷ്ടിച്ചുകൊണ്ട് പോയി, അങ്ങനെയാണെങ്കിൽ നെവിനെയും അങ്ങനെ കോടതിയിൽ കയറ്റി വാദിക്കണമല്ലോ. അതെന്താ ചെയ്യാത്ത? അപ്പം അതും മോഷണമല്ലോ, ഇതും മോഷണമാണ്, അതും മോഷണമാണ്. അല്ല, അക്ബറിൻ്റെ പാവം മോഷ്ടിച്ചുകൊണ്ട് പോയതിന് മാത്രം എന്താണ് കോടതിയിൽ കയറ്റി ഈ വിചാരണ നടത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞ വൻ കോമഡിയും പരാജയമാണെന്ന് പറയും. ഇന്നലത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞ വൻ പരാജയമായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കാരണം അക്ബറിൻ്റെ പാവം പോയതിന്. അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് കോയിൻ കിട്ടിയതിൻ്റെ പേരിലൊക്കെ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല. അപ്പം അക്ബർ അതൊക്കെ ഒരു ഗെയിം അല്ലേ ലാലേട്ടൻ, അതൊരു ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ, അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന അക്ബർ ഇന്നലെയും അക്ബറിൻ്റെ വായിന്ന് അങ്ങനെ വീണു. ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണുന്ന അക്ബർ എന്തുകൊണ്ട് ഒരു 4 പാവ അല്ലെങ്കിൽ ഒരു 5 പാവ മോഷ്ടിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിൽ പൊട്ടിക്കരയുന്നു? അത്രയും ആത്മാർത്ഥത്തോടുകൂടി കളക്ട് ചെയ്ത പാവയായതുകൊണ്ട് എനിക്ക് അത്രയും സങ്കടം വന്നു ലാലേട്ട എന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു നിലപാടും ഇല്ല. അക്ബർ തന്നെയാണ് പറയുന്നത് ഇതൊരു ഗെയിം ഷോ ആണ്, അല്ലെങ്കിൽ ഇതൊരു ഷോ അല്ലേ എന്നൊക്കെ പറയുന്ന അക്ബർ പാവയുടെ കാര്യം വന്നപ്പോഴത്തേക്ക് അതൊന്നുമില്ല. പുള്ളി നിലപാടൊക്കെ മാറ്റി ആ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് പുള്ളി പൊട്ടിയും കരയുവാണ്, പുള്ളി അങ്ങ് സങ്കടപ്പെടുവാണ്. എന്തുവാടെ, എന്തായാലും കൊള്ളാം. അപ്പോൾ ഇന്നത്തെ എവിക്ഷൻ്റെ ഒരു പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് അക്ബറും ലക്ഷ്മിയാണ്. അപ്പം എനിക്കത് കണ്ടപ്പോഴത്തേക്ക് വണ്ടിയൊക്കെയാണ് കൊടുത്തേക്കുന്നത്, വണ്ടിക്കകത്ത് കയറ്റി വിടുവാണ് രണ്ടുപേരെയും. അപ്പോൾ ഒരാൾ തിരിച്ചു വരും, ഒരാൾ ആ വഴി അങ്ങ് പോകും. അപ്പം എനിക്കിത് പ്രൊമോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, കാരണം അക്ബറിന് എന്തായാലും ലക്ഷ്മിയെക്കാളും വോട്ട് കൂടുതലാണ്. അപ്പോൾ അക്ബർ പോകാൻ ചാൻസ് ഇല്ല.
ചിലപ്പോൾ ലക്ഷ്മി ആയിരിക്കും പോകുന്നത്. എന്തായാലും അക്ബർ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അക്ബറിന് ലക്ഷ്മിയെക്കാളും എന്തായാലും വോട്ട് കൂടുതലുണ്ട്. അക്ബറിനെക്കാളും വോട്ട് കുറവാണ്. അപ്പോൾ ഏത് കമ്മ്യൂണിറ്റി പോൾ ഏതെടുത്താൽ നോക്കി കഴിഞ്ഞാലും ലക്ഷ്മിക്കാണ് ഇച്ചിരി വോട്ട് കുറവ്. പിന്നെ ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഈ ലക്ഷ്മിയെക്കാളും ഈ നെവിനെക്കാളും എന്തെങ്കിലുമൊക്കെ കളിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ലക്ഷ്മിയല്ലേ? ഏത് കമ്മ്യൂണിറ്റി പോൾ എടുത്ത് നോക്കിയാലും എനിക്ക് തോന്നുന്നു അവിടെ ലക്ഷ്മിയാണ് കുറച്ച് മുമ്പിൽ നിൽക്കുന്നത്, നെവിനൊക്കെയാണ് കുറച്ച് താഴെ നിൽക്കുന്നത്. നെവിൻ അല്ലേ, നെവിൻ, നൂറ. അപ്പൊ ഇവര് സേവായിട്ട് ഈ ലക്ഷ്മിയും അക്ബറും മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പൊ ലക്ഷ്മി പോവാന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഒരു ഫെയർ ആവും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നൂറ ഒരു കണ്ടന്റും കൊടുക്കാത്തൊരു വ്യക്തിയാണ്. ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും ദിവസം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി ഉടായ്പ കളിച്ച് നോമിനേഷനിൽ പോലും വരാതെ തള്ളി നീക്കിക്കൊണ്ട് പോയൊരു വ്യക്തിയാണ് ഈ പറഞ്ഞിട്ടുള്ള നൂറ അല്ലേ. അപ്പൊ ഈ നൂറയും നെവിനൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി എങ്ങനെയാണ് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇവരാരും അത്ര വലിയ കണ്ടന്റ് മേക്കറും അല്ല ഗെയിമേഴ്സും ഒന്നുമല്ല. പക്ഷെ മറ്റൊരു ഈ നൂറയും അതുപോലെ നെവിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ലക്ഷ്മി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആര് പോകുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും എപ്പിസോഡ് കാണുമ്പോൾ അറിയാം. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, നിങ്ങൾക്ക് ആരാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം സി